Hi dear students, welcome back to Concept Angle. Today we are going to discuss the chapter Continuity and Differentiability. Okay, plus 2 chapter ആണ് Continuity and Differentiability. This is a continuation of the chapter Limits and Derivatives. Plus 1 ഒരു chapter പഠിച്ചു നോക്കുന്നുണ്ടോ Limits and Derivatives? അതിന്റെ continuation ആണ് ഈ chapter. അവിടെ നിങ്ങൾ ലിമിറ്റ്സ് പഠിച്ചു. ലിമിറ്റ്സ് പഠിച്ച് കറക്റ്റ് ആണെങ്കിൽ അതിന്റെ ബേസ് കറക്റ്റ് ആണെങ്കിൽ കണ്ടിന്യൂറ്റി വളരെ സിമ്പിൾ ആണ് കേട്ടോ. അവിടെ ഡെറിവേറ്റീവ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ ആണെങ്കിൽ ഡിഫറൻഷ്യബിലിറ്റിയും ഒക്കെ ആകും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടിന്യൂറ്റി, അതിനു മുമ്പ് ഞാനൊന്ന് ബേസിക് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ലിമിറ്റ് എങ്ങനെയാണ് നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ഇവാലുവേഷൻ ഓഫ് ലിമിറ്റ്സ് അല്ലെ, കുറെ മെത്തേഡ്സ് അവിടെ പഠിച്ചു. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ഫാക്ടറൈസേഷൻ മെത്തേഡ്, അങ്ങനെ 2-3 മെത്തേഡ്സ് അവിടെ പഠിച്ചു. ഓർക്കുന്നുണ്ടോ? ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ലിസൺ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് പ്ലസ് 3. വളരെ ചെറിയൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. എനിക്ക് എക്സ് പ്ലസ് 3 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം അറ്റ് ദ പോയിന്റ് 3. എക്സ് 3യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള എക്സ് പ്ലസ് 3യുടെ വാല്യൂ എങ്ങനെയാണ്? നിങ്ങൾ മെത്തേഡ്സ് ഒക്കെ പഠിക്കുന്നേക്കാവുമ്പോൾ നിങ്ങളൊരു ടേബിൾ ഓർക്കുന്നുണ്ടോ? പ്ലസ് 1 പഠിച്ചത് എക്സിന്റെ വാല്യൂ 3യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ. 2 രീതിയിൽ എക്സിന് 3യിലേക്ക് അപ്രോച്ച് ചെയ്യാം. ഫ്രം ലെഫ്റ്റ് ആൻഡ് ഫ്രം റൈറ്റ് അല്ലെ. റൈറ്റ് നിന്നും 3യിലേക്ക് അപ്രോച്ച് ചെയ്യാം, ലെഫ്റ്റ് നിന്നും 3യിലേക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ അവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. എക്സിന്റെ വാല്യൂ ലെഫ്റ്റ് നിന്നാണ് 3യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ഏതൊക്കെ വാല്യൂസ് ആണ് ഇവിടെ എടുക്കുന്നത്? എക്സിന്റെ വാല്യൂ 2.9, 2.99, now 2.999. ഇങ്ങനെയാണ് 3യിലേക്ക് ലെഫ്റ്റ് നിന്ന് അപ്രോച്ച് ചെയ്യുന്നത് അല്ലെ. 3 എന്ന് പറയുന്ന വാല്യൂയിലേക്ക് ലെഫ്റ്റ് നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ വാല്യൂസ് വരും. ഇനി 3യിലേക്ക് എങ്ങനെയാണ് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നത്? ഓർക്കുന്നുണ്ടോ? 3.1, 3.01, 3.001 അങ്ങനെയുള്ള വാല്യൂസ് ആയിരുന്നു. അപ്പോൾ റൈറ്റിൽ നിന്ന് വരുമ്പോൾ 3.1, 3.01, 3.001 ഇങ്ങനെയുള്ള വാല്യൂസ് വരും. ഓക്കെ, അപ്പോൾ എക്സ് ടെൻസ് ടു 3 എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എക്സാക്ട്ലി 3 എന്ന് പറയുന്ന വാല്യൂ അല്ല. ഒരിക്കലും എക്സിന്റെ വാല്യൂ എക്സാക്ട്ലി 3 എന്ന് പറയുന്ന വാല്യൂ അല്ല ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ 3യിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന വാല്യൂസ്, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ 3യിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. എക്സിന് ലെഫ്റ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യാം, റൈറ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യാം. എക്സ് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഉള്ള വാല്യൂസ് നമ്മൾ പറഞ്ഞു ഈ ഒരു വാല്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ, ഇവിടെ ഫംഗ്ഷൻ ഏതാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 എന്നുള്ള ഫംഗ്ഷൻ ആണ് അല്ലെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 3. ലെഫ്റ്റ് നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ആദ്യം എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ 2.9 ആണ്. എക്സിന് 2.9 കൊടുത്താൽ ഫംഗ്ഷന്റെ വാല്യൂ എന്തായി? 2.9 plus 3, that is 5.9. Now, when x takes the value 2.99, what is the value for f of x? 2.99 plus 3, that is 5.99. Similarly, third column എന്തായിരിക്കും? 5.999. എക്സിന്റെ വാല്യൂ 3യിലേക്ക് ലെഫ്റ്റ് നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നേ? ഇത് ഏത് വാല്യൂയിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്? 6ലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് നോക്കാം. എക്സിന്റെ വാല്യൂ 3.1 എടുത്താൽ ഫംഗ്ഷന്റെ വാല്യൂ 3.1 plus 3, that is 6.1. Now this is 6.01. This is 6.001. ഓക്കെ, ഒന്ന് ആലോചിച്ചേ. എക്സിന്റെ വാല്യൂ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 6ലേക്ക് പോകുന്നു. എക്സിന്റെ വാല്യൂ റൈറ്റിൽ നിന്നും 3യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ അഗെയിൻ 6ലേക്ക് പോകുന്നു. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഒരേ പോയിന്റിലേക്ക് പോകുന്നു. ഫംഗ്ഷന്റെ വാല്യൂ ഒരേ പോയിന്റിലേക്ക് വരുന്നു. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ആ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓർക്കുന്നുണ്ടോ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആവുമ്പോഴാണ് ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 6 ആണ് വരുന്നത്. എക്സിന്റെ വാല്യൂ 3യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 6ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. സോ ദ ലിമിറ്റിംഗ് വാല്യൂ 6. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഗ്രാഫ് ഓർക്കുന്നുണ്ടോ? ഗ്രാഫ് നോക്കിക്കേ. എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് 3 മീൻസ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 3 ആണ് അല്ലെ. എക്സ് 0 ആവുന്ന കേസിൽ വൈയുടെ വാല്യൂ 3 വരും. വൈയുടെ വാല്യൂ 3. y 0 ആവുന്ന കേസിൽ എക്സിന്റെ വാല്യൂ -3 വരും. സോ 3 - 3യിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് നമ്മുടെ ഗ്രാഫ്. എക്സിന്റെ വാല്യൂ 1, 2, 3. 3യിലേക്ക് ഇങ്ങനെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ആരിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു? 6 എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് ഫ്രം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇത് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ ടേബിളിലുള്ള കാര്യം തന്നെ ഒന്ന് ജസ്റ്റ് ഗ്രാഫിൽ പറഞ്ഞു എന്നേ ഉള്ളൂ.
ഗ്രാഫിൽ എക്സിന്റെ വാല്യൂ 3 ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എങ്ങോട്ട് പോകുന്നു? 6ലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ എന്ത് പറയാം? ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ദ ലിമിറ്റിംഗ് വാല്യൂ ഈസ് 6. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ 3 എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി പറയാൻ പോകുന്നത് കണ്ടിന്യൂറ്റി എന്താണെന്നാണ്. തന്നിരിക്കുന്ന ഒരു പോയിന്റില് ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ പോയിന്റിലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഒരു കണ്ടീഷനും കൂടിയുണ്ട്. നോക്കിക്കേ, എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് 3 ആണ്. ഇവിടെ ലിമിറ്റിംഗ് വാല്യൂ 6 ആണ്. എക്സ് 3ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ നോക്കി എഫ് ഓഫ് 3യുടെ വാല്യൂവും 6 തന്നെയല്ലേ കിട്ടുന്നത്? എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് 3 ആണെങ്കിൽ എഫ് ഓഫ് 3യുടെ വാല്യൂവും 6 തന്നെ കിട്ടി, ലിമിറ്റിംഗ് വാല്യൂവും 6 തന്നെ കിട്ടി. ഒരു പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂവും ഒരു ഫംഗ്ഷൻ എടുത്തു, അറ്റ് ദ പോയിന്റ് നമ്മൾ എടുത്തപ്പോൾ ആ വാല്യൂവും ലിമിറ്റിംഗ് വാല്യൂവും സെയിം ആണെങ്കിൽ, രണ്ടുപേരും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ ഗിവൺ പോയിന്റ്. ഓക്കെ, ക്ലിയർ ആയോ? ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സപ്പോസ് നിങ്ങൾക്ക് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റിലെ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂവും ലിമിറ്റിംഗ് വാല്യൂവും സെയിം ആവണം. ക്ലിയർ? നൗ മൂവിങ് ടു ദ ഡെഫിനിഷൻ. കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റി എന്താണ്? സപ്പോസ് എഫ് ഈസ് എ റിയൽ ഫംഗ്ഷൻ ഓൺ എ സബ്സെറ്റ് ഓഫ് ദ റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷൻ. ആൻഡ് ലെറ്റ് സി ബി എ പോയിന്റ് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ്. ഡൊമൈൻ ഒക്കെ അറിയാം അല്ലെ? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ എക്സുകളുടെ വാല്യൂസ് എടുക്കുന്ന ആ എക്സുകളുടെ കളക്ഷനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ അറിയാം. Then f is continuous at c. c എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു c f of x f of c ആവണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? f of x ന്റെ വാല്യൂ x പ്ലസ് 3 എടുത്തപ്പോൾ f of x ന്റെ വാല്യൂ x പ്ലസ് 3 എടുത്തപ്പോൾ ആ x ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. കാരണം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3x പ്ലസ് 3യുടെ വാല്യൂവും 6 ആണ്. അതുപോലെ തന്നെ എഫ് ഓഫ് 3യുടെ വാല്യൂവും 6 ആണ്. 3 എന്ന് പറയുന്ന സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്താവണം? എഫ് ഓഫ് സി ആവണം. കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നില്ലേ? എക്സിന്റെ വാല്യൂ 3ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ദാ ഇവിടെ നോക്കൂ, ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് ദ പോയിന്റ് 3യും സെയിം ആവണം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ നമുക്ക് ഷോ ചെയ്യാം. എന്തിന് എക്സാമ്പിൾ ആണ്? കണ്ടിന്യൂറ്റി അറ്റ് ദ പോയിന്റിന് ഒരു എക്സാമ്പിൾ ആണ് അല്ലെ? ആ എക്സ് പ്ലസ് 3 എന്ന് പറയുന്ന ഫംഗ്ഷൻ 3യിലെ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? യെസ്. നൗ ഒരു സാമ്പിൾ പ്രോബ്ലം ആണ്. ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x പ്ലസ് 3 അറ്റ് എക്സ് ഈക്വൽ ടു 1. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞ പ്രോബ്ലം എന്തായിരുന്നു? എക്സ് ഈക്വൽ ടു 3യിലെ കണ്ടിന്യൂറ്റി ആയിരുന്നു. ഇവിടെ സാമ്പിൾ പ്രോബ്ലം എക്സ് ഈക്വൽ ടു 1ല് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യണം. നമ്മുടെ കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ എന്താണ്? മറന്നു പോകരുത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആരോട് ഈക്വൽ ആവണം? എഫ് ഓഫ് സിയോട് ഈക്വൽ ആവണം. ഇവിടെ സിക്ക് പകരം തന്ന വാല്യൂ ആണ് 1. ക്ലിയർ? സിക്ക് പകരം കിട്ടിയ വാല്യൂ ആണ് 1. അപ്പൊ എന്താ ചെയ്യണ്ടേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ചെക്ക് ചെയ്യണം. ഇനി എഫ് ഓഫ് 1ന്റെ വാല്യൂവും ചെക്ക് ചെയ്യണം. രണ്ടുപേരും ഈക്വൽ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ നമുക്ക് എഫ് ഓഫ് 1 ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എഫ് ഓഫ് 1 എന്താണ്? എഫ് ഓഫ് എക്സ് 2x പ്ലസ് 3 ആണ്. സോ എഫ് ഓഫ് 1 ഈക്വൽ ടു 2 into 1 plus 3, that is 5. Okay, now അടുത്ത നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 2x പ്ലസ് 3. ഓക്കെ, എക്സിന്റെ വാല്യൂ 1ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 2x പ്ലസ് 3 എന്ത് വരും? 2 into 1. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ +1 പഠിച്ചു, കുറച്ച് മെത്തേഡ്സ് പഠിച്ചായിരുന്നു ഫോർ സോൾവിങ് ദ ലിമിറ്റ്സ്. ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. എക്സിന് ഡയറക്റ്റ് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 into 1 plus 3, that is 5. നോക്കിക്കേ, എഫ് ഓഫ് 1ന്റെ വാല്യൂവും ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സിന്റെ വാല്യൂവും ഈക്വൽ ആയിട്ട് കിട്ടി. സോ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. ഓക്കെ, കണ്ടിന്യൂറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ? യെസ്. നൗ
നമ്മൾ കഴിഞ്ഞ ഒരു ഗ്രാഫ് വരച്ചു ഓർക്കുന്നുണ്ടോ? x+3യുടെ ഗ്രാഫ്. x+3യുടെ ഗ്രാഫ് എങ്ങനെയാണ് വരച്ചത്? x+3യുടെ ഗ്രാഫ് വരച്ചത് -3യിൽ കൂടിയും 3യിൽ കൂടിയും പാസ് ചെയ്യുന്ന ഗ്രാഫായിരുന്നു. y = x+3 എന്ന് പറയുന്ന ഗ്രാഫ്. x 0 ആകുമ്പോൾ y 3 ആണ്, y 0 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ -3 ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു എക്സിന്റെ വാല്യൂ 3യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ലെഫ്റ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുന്നു, റൈറ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ അപ്രോച്ച് ചെയ്യുന്ന ആരിലേക്കാണ്? 6ലേക്കാണ്. f(a) എന്ന് പറയുന്നത് 6ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഈ ഗ്രാഫ് നോക്കി എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാൻ പറ്റി. കണ്ടിന്യൂസിന്റെ വേർഡ് മീനിങ് എന്താ? തുടർച്ച അല്ലെ? അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ദർ ഇസ് നോ ബ്രേക്സ്. ബ്രേക്ക് ഇല്ലാതെ വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദ പെൻ ഫ്രം ദ പ്ലേറ്റ് നമുക്ക് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. സപ്പോസ് എൻ്റെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, നോക്കിയേ. ഈ ഫംഗ്ഷൻ ഇങ്ങനെ ഇവിടെ വന്നു, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? നോ. ഞാനിത് വരച്ചപ്പോൾ എൻ്റെ പെൻ ഇവിടം വരെ വന്നിട്ട് എൻ്റെ പെൻ ഒന്ന് ലിഫ്റ്റ് ചെയ്തു അല്ലെ, ഒന്ന് ഉയർത്തി, പിന്നെ അടുത്ത വരച്ചു, പിന്നെ ഇവിടെ നിന്ന് പെൻ എടുത്തു, അടുത്ത പോയിന്റ് വരച്ചു. അപ്പോൾ ഗ്രാഫ് വരച്ചപ്പോൾ എന്ത് ചെയ്തു? പെൻ എടുത്തിട്ടാണ് വരച്ചത്. അല്ലെങ്കിൽ ഗ്രാഫിൽ ബ്രേക്സ് ഉണ്ട് അല്ലെ, ഗ്യാപ്പ് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്. ദാറ്റ് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സാമ്പിൾ ആണോ? അല്ല. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എങ്ങനെയാണ്? എ ഫംഗ്ഷൻ f of x is continuous at x equal to a, then we can draw the graph of f of x through x equal to a without lifting the pen. അതാണ് ഇമ്പോർട്ടൻറ്റ്. വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദ പെൻ ഫ്രം ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ. ഒരു പേപ്പറിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്, പെൻ എടുക്കാതെ. അപ്പോൾ അങ്ങനെയുള്ള ഗ്രാഫ്സ് ആണ് എക്സാമ്പിൾ ഫോർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ക്ലിയർ അല്ലേ? ഈ സ്ട്രേറ്റ് ലൈൻ എനിക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പെൻ എടുക്കാതെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകാം, എവിടെയും ബ്രേക്സ് ഉണ്ടാവുന്നില്ല. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ക്ലിയർ? ഇപ്പൊ സപ്പോസ് ഞാനൊരു പരാബോള വരച്ചു. പരാബോള എനിക്ക് ഇങ്ങനെ y = x² എന്ന് പറയുന്ന പരാബോള എനിക്ക് ഇങ്ങനെ വരച്ചു പോകാം. ദർ ഈസ് നോ ബ്രേക്ക്. അപ്പൊ അതെന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഐഡന്റിറ്റി ഫംഗ്ഷൻ y = x, ദാറ്റ്സ് അഗൈൻ എ സ്ട്രേറ്റ് ലൈൻ ആണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് അല്ലെ, ബ്രേക്സ് ഇല്ല. ക്ലിയർ അല്ലേ? യെസ്. ഇനി മോഡുലസ് ഫംഗ്ഷൻ ഒന്ന് നോക്കിയേ. മോഡുലസ് ഫംഗ്ഷൻ എന്താണ്? മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് ഈ ഗ്രാഫാണ്. ദാറ്റ്സ് ഓൾസോ കണ്ടിന്യൂസ്. ക്ലിയർ? യെസ്. അപ്പോൾ വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദ പെൻ ഫ്രം ദ പ്ലെയിൻ അല്ലെ, ആ ഒരു വേർഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആ വേർഡ് ഓർത്ത് വെക്കുക. ഗ്രാഫ് വരയ്ക്കുമ്പോൾ പെൻ എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രാഫ് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ക്ലിയർ? യെസ്. നൗ ദ നെക്സ്റ്റ്, ഡിസ്കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എന്താണെന്ന് മനസ്സിലായി. അപ്പൊ എന്താണ് ഡിസ്കണ്ടിന്യൂറ്റി? കണ്ടിന്യൂസ് അല്ലാത്ത ഫംഗ്ഷൻ. ഒരു പോയിന്റിലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ എന്ത് പറയാം? ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഓക്കെ, നമ്മളിപ്പോ കണ്ടിന്യൂറ്റി ആണ് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഫോളോ ചെയ്യുന്ന ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്താ പഠിച്ചേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആരോട് ഈക്വൽ ആവണം? എഫ് ഓഫ് സിയോട് ഈക്വൽ ആവണം അല്ലെ. ഇത് കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു സി. അപ്പൊ കണ്ടിന്യൂസ് അല്ലെന്ന് പറഞ്ഞാൽ എന്താവണം? വാല്യൂസ് ഈക്വൽ ആവില്ല. ക്ലിയർ? അപ്പോൾ എന്ത് വരും? ഗ്രാഫിന് ബ്രേക്സ് വരും. ഗ്രാഫിന് ഇങ്ങനെ ബ്രേക്സ് വരും. ബ്രേക്സ് വന്നാൽ കണ്ടിന്യൂസ് അല്ല. ക്ലിയർ അല്ലേ? യെസ്. ആ ടൈപ്പ് ഓഫ് ഫംഗ്ഷനെ പറയുന്നവരാണ് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് ദ ഗിവൺ പോയിന്റ്. ക്ലിയർ? ഇനി നമുക്ക് 3 ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റി പഠിക്കാനുണ്ട്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി, സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ്, ആൻഡ് ദ ലാസ്റ്റ് വൺ, തേർഡ് വൺ, ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ്. അത് എന്താണെന്ന് വേഗം ഒന്ന് നോക്കാം. ലിസൺ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എഫ് ഓഫ് എയോട് ഈക്വൽ അല്ലാതെ വന്നാൽ, കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷനിൽ നമ്മൾ 2 വാല്യൂവും ചെക്ക് ചെയ്തു. 2 വാല്യൂവും ചെക്ക് ചെയ്തപ്പോൾ അവരുടെ 2 പേരുടെയും വാല്യൂ കോയിൻസൈഡ് ചെയ്യുന്നില്ല, ഈക്വൽ ആയിട്ട് കിട്ടിയില്ല. ഈക്വൽ ആയിട്ട് കിട്ടാത്ത കേസിനെ വിളിക്കുന്ന പേരാണ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. എന്താണ്? റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ യു. ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x³ plus 3 where x not equal to 0 and 1 if x equal to 0. We want to check the continuity of the function at x equal to 0. Okay? x equal to 0യിലാണ് ഫംഗ്ഷനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. x 0 ആകുമ്പോൾ ഈ വാല്യൂ ആണ്, x നോൺ 0 ആകുമ്പോൾ ആ വാല്യൂ ആണ്. അപ്പൊ നമുക്ക് എന്താണ് നോക്കേണ്ടത്? 0 എന്ന് പറയുന്ന പോയിന്റിലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ?
സീറോ എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? സപ്പോസ് ഈ ഫംഗ്ഷൻ സീറോയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് പറ്റണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂവും എഫ് ഓഫ് സീറോയുടെ വാല്യൂ ഈക്വൽ ആവണം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എക്സ് ക്യൂബ് പ്ലസ് 3, എക്സ് ക്യൂബ് പ്ലസ് 3. ഓക്കെ, എക്സിന്റെ വാല്യൂ സീറോയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 3. നിങ്ങൾ ഈ വാല്യൂ 1 ആണെന്ന് പറഞ്ഞ് എടുക്കരുത്. എക്സിന്റെ വാല്യൂ 0 ആണല്ലോ, സീറോയ്ക്ക് കറസ്പോണ്ടിങ് വാല്യൂ 1 ആണല്ലോ, എടുക്കരുത്. എപ്പോഴും ഞാൻ പറഞ്ഞു, ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ആ പോയിന്റ് അല്ല, ആ പോയിന്റിലേക്ക് റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുന്ന വാല്യൂസ് ആണ്. അപ്പോൾ എക്സാക്ട്ലി എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ വാല്യൂ അല്ല നമ്മൾ എടുക്കേണ്ടത്. എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ഈക്വൽ ടു 0 ഇപ്പൊ എങ്ങനെ വരും? 0.9, 0.99 അങ്ങനെയുള്ള വാല്യൂസ് അല്ലെ? സീറോന്ന് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുന്ന വാല്യൂസ് ആണ്. അപ്പൊ അത് ഒരിക്കലും സീറോയുടെ ഈക്വൽ അല്ല. അതുകൊണ്ട് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കേസ് വേണം നമ്മൾ എടുക്കാൻ. അപ്പൊ ഫംഗ്ഷൻ എക്സ് ക്യൂബ് പ്ലസ് 3 എടുത്തു. അപ്പൊ എന്ത് കിട്ടി? എക്സിന് 0 കൊടുക്കുമ്പോൾ 3 എന്ന് കിട്ടി. ക്ലിയർ? ലിമിറ്റിംഗ് വാല്യൂ 3 ആണ്. ഇനി എഫ് ഓഫ് സീറോ ആരാ? എഫ് ഓഫ് സീറോ അത് ഡയറക്റ്റ് ഈ വാല്യൂ തന്നെ എടുക്കണം. എക്സിന് 0 കൊടുക്കുന്ന ഫംഗ്ഷനിൽ എക്സിന് ഡയറക്റ്റ് 0 കൊടുക്കുമ്പോൾ വാല്യൂ 1 ആണ്. രണ്ടും ഈക്വൽ ആണോ? നോ. അപ്പൊ എന്തെഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സിന്റെ വാല്യൂവും എഫ് ഓഫ് സീറോയുടെ വാല്യൂവും നോട്ട് ഈക്വൽ ടു കിട്ടി. സോ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് x ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിലെ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. നമുക്ക് ഇതിന്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. y ഈക്വൽ ടു എക്സ് ക്യൂബിന്റെ ഗ്രാഫ് എല്ലാവർക്കും അറിയാലോ. എന്താണ് y ഈക്വൽ ടു എക്സ് ക്യൂബിന്റെ ഗ്രാഫ്? ദാ ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫ് അല്ലേ y ഈക്വൽ ടു എക്സ് ക്യൂബ്. അങ്ങനെയാണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 3യുടെ ഗ്രാഫ് എന്തായിരിക്കും? എക്സ് ക്യൂബ് പ്ലസ് 3യുടെ ഗ്രാഫ് നോക്കിയേ, y ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3 ആണ്. സപ്പോസ് ഞാൻ എക്സിന് 0 കൊടുത്താൽ വൈയുടെ വാല്യൂ 3 വരും. വൈയുടെ വാല്യൂ 3 വരും അല്ലെ? പക്ഷേ എക്സിന് 0 കൊടുക്കുമ്പോൾ ആര് വരും എന്നാ നമ്മുടെ ഫംഗ്ഷനിൽ തന്നിരിക്കുന്നത്? എക്സിന് 0 കൊടുക്കുമ്പോൾ 1 വരും എന്നാ. അപ്പൊ y ആക്സിസിലെ ഈ പോയിന്റ് 1 എന്ന് പറയുന്ന പോയിന്റ് ആണ് എടുക്കേണ്ടത്. ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെയാ വരുന്നേ? ഇവിടത്തെ പോയിന്റ് എടുക്കാൻ പാടില്ല. ഞാൻ അവിടെ ഒരു സർക്കിൾ വരച്ച കണ്ടോ? അവിടെ ഒരു ഹോൾ ഇട്ട കണ്ടോ? ഇങ്ങനെ 3 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ, ആക്ച്വലി 3 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോകേണ്ട ഗ്രാഫ് ആയിരുന്നു. പക്ഷെ ആ 3 എന്ന് പറയുന്ന പോയിന്റില്, അല്ലെങ്കിൽ അത് എക്സ് ആക്സിസ് എക്സ് കോർഡിനേറ്റ് 0 ആവുമ്പോൾ വാല്യൂ 1 ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ y ആക്സിസിൽ അത് 1ന് അവിടെ ബബിൾ മീൻസ് ഒരു ഡോട്ട് കൊടുത്തത്. ഇവിടെ ഹോളും കൊടുത്തു. ഒരു ബബിളാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഈ ബബിൾ ഇട്ടെന്താ മീനിങ് എന്താ? ഈ പോയിന്റ് നമ്മൾ എടുക്കുന്നില്ല. ഈ പോയിന്റ് ഏതാണ്? ഇവിടെ 1 ആണ്. അപ്പൊ ആ ഗ്രാഫിന് ഒരു ബ്രേക്ക് വന്നു. അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ആക്ച്വലി കിട്ടേണ്ടത് y ഈക്വൽ ടു 3 ആണ്. y ഈക്വൽ ടു 3 ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അത് പോയേനെ. പക്ഷെ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ 3 അല്ല 1 ആണ്. അതുകൊണ്ട് ആ പോയിന്റ് ഇവിടെ വരും. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? കണ്ടിന്യൂസ് അല്ല. പക്ഷെ ഈ ഒരു പോയിന്റിനെ റിമൂവ് ചെയ്താൽ, എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിനെ റിമൂവ് ചെയ്താൽ എന്ത് പറ്റും? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകും അല്ലെ? ഈ ഒരു പോയിന്റ് ഇവിടെ ഇല്ല, ഈ പോയിന്റ് ഇവിടെ തന്നെയാണ്, ഗ്രാഫിൽ തന്നെയാണുള്ളതെങ്കിൽ എന്തായി? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയില്ലേ? അപ്പൊ നമുക്കത് റിമൂവ് ചെയ്താൽ മാറ്റാൻ പറ്റുന്ന ഡിസ്കണ്ടിന്യൂറ്റി ആണുള്ളത് അല്ലെ? ആ ഒരു പോയിന്റിനെ റിമൂവ് ചെയ്താൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകും. ദാറ്റ് ടൈപ്പ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് കോൾഡ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. എന്താണ്? റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. ക്ലിയർ അല്ലേ? യെസ്. നൗ ദെൻ സെക്കൻഡ് ടൈപ്പ്, ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ്. എന്താണെന്ന് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂവും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂവും ഈക്വൽ അല്ലാതെ വരുന്ന കേസ്. മീൻസ് നമ്മൾ പറഞ്ഞു, ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് നിന്ന് വരുന്ന ലിമിറ്റും റൈറ്റ് നിന്ന് വരുന്ന ലിമിറ്റും കോയിൻസൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഈക്വൽ ആവണം. അവരെ ഈക്വൽ അല്ലാതെ വന്നാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല. ആ ടൈപ്പ് ഓഫ് ഫംഗ്ഷനെ വിളിക്കുന്നവരാണ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ്. ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ് നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Check the continuity of the function f of x equal to 2x plus 3 where x less than or equal to 2, 2x minus 3 when x greater than 2. നോക്കിക്കേ, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ,
ഫംഗ്ഷൻ എന്താണ് 2x + 3 when x less than or equal to 2, 2x - 3 when x greater than 2. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 2വിന് അപ്പറിലേക്ക് ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു, 2വിന് ലോവറിലേക്ക് ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു. ഇങ്ങനെ ഫംഗ്ഷൻ തരുമ്പോൾ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ? കാരണം നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 2 അങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ലിമിറ്റും ചെക്ക് ചെയ്യണം, റൈറ്റ് ലിമിറ്റും ചെക്ക് ചെയ്യണം. സപ്പോസ് നമ്മുടെ പ്രീവിയസ് പ്രോബ്ലത്തിലെ പോലെ എക്സ് നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 0 അങ്ങനെ നോട്ട് ഈക്വലും ഈക്വലും ആയിട്ടുള്ള രണ്ട് കേസ് മാത്രമേ ഉള്ളൂങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ലിമിറ്റിംഗ് വാല്യൂവും ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റിന്റെ വാല്യൂവും സെയിം ആണോ നോക്കുക. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് ലെഫ്റ്റ് ലിമിറ്റ് നോക്കണം, റൈറ്റ് ലിമിറ്റ് നോക്കണം. ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്. LHL RHL ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? +1 പഠിച്ചതാണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂ 2വിനെ ലെഫ്റ്റ് നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 2വിനേക്കാളും ചെറുതാകുമ്പോൾ ഏത് ഫംഗ്ഷൻ ചൂസ് ചെയ്യണം? എക്സിന്റെ വാല്യൂ 2വിനേക്കാളും ചെറുതായാൽ ഫംഗ്ഷൻ ചൂസ് ചെയ്യേണ്ടത് 2x + 3. അപ്പൊ നമുക്ക് അവിടെ എടുക്കാം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് 2x + 3. 2 മൈനസ് 2x + 3. നോക്കിക്കേ, ഇനി എന്ത് ചെയ്യുക? എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 2 + 3 ദാറ്റ് ഈസ് 7 എന്ന് കിട്ടി. ക്ലിയർ? സോ ദ ഫംഗ്ഷന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് LHL എന്ത് കിട്ടി? 7 എന്ന് കിട്ടി. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ചെക്ക് ചെയ്യാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് RHL ചെക്ക് ചെയ്യുമ്പോൾ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് വേണം അല്ലെ? എക്സിനെ റൈറ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുന്നു. റൈറ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 2വിനേക്കാളും വലുതാണ്. എക്സിന്റെ വാല്യൂ 2വിനേക്കാളും വലുതാണ്. അപ്പൊ ഏത് ഫംഗ്ഷൻ എടുക്കണം? 2x - 3 ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് 2x - 3. 2x - 3ൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. ദാറ്റ് ഈസ് 2 × 2 - 3 ദാറ്റ് ഈസ് 4 - 3 1. നോക്കിക്കേ, ഫംഗ്ഷന്റെ LHL നോക്കി, RHL നോക്കി. LHL നോട്ട് ഈക്വൽ ടു RHL ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? LHL നോട്ട് ഈക്വൽ ടു RHL ആയിട്ട് കിട്ടി. ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഫംഗ്ഷന് ലിമിറ്റേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ കണ്ടിന്യൂറ്റിയുടെ കാര്യം പറയണോ? വേണ്ട. അറ്റ് ദ പോയിന്റ് ആ ഒരു പോയിന്റിൽ വെച്ച് നോക്കേണ്ട ആവശ്യമില്ലോ. ഇല്ല. അപ്പോൾ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ LHLും RHLും നോട്ട് ഈക്വൽ ടു ആയിട്ട് കിട്ടിയാൽ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. ആ ഡിസ്കണ്ടിന്യൂറ്റിനെ വിളിക്കുന്ന പേരാണ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ്. ക്ലിയർ അല്ലേ? യെസ്. നൗ മൂവിങ് ടു ദ തേർഡ് ടൈപ്പ്. That is limit x tends to a minus f of x or limit x tends to a plus f of x does not exist. നമ്മൾ LHL ചെക്ക് ചെയ്തു, RHL ചെക്ക് ചെയ്തു. ഏതെങ്കിലും ഒരു വാല്യൂ നിങ്ങൾക്ക് ഇൻഫിനിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കിട്ടിയാൽ, ഇപ്പൊ സപ്പോസ് ഒരു RHL ചെക്ക് ചെയ്യുമ്പോൾ 1/0 അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടി, നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂ കിട്ടി, അപ്പൊ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? അല്ല. ഏതെങ്കിലും ഒരു വാല്യൂ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ തന്നെ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യാണ്, രണ്ടുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണോ, അങ്ങനെയുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ആ ഡിസ്കണ്ടിന്യൂറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ്. ക്ലിയർ അല്ലേ? അപ്പൊ 3 ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി, പിന്നെ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ്, തേർഡ് വൺ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ്. റിമൂവബിൾ എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ഒന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവും. ഫസ്റ്റ് കൈൻഡ് എന്താണ്? രണ്ട് ലിമിറ്റും കോയിൻസൈഡ് ചെയ്യുന്നില്ല, LHLും RHLും. തേർഡ് വൺ എന്താണ്? ഏതെങ്കിലും ഒരെണ്ണം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരെണ്ണം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ തന്നെ എന്താവും? ഫംഗ്ഷൻ നോട്ട് കണ്ടിന്യൂസ് ആവും. ക്ലിയർ? യെസ്. നൗ കുറച്ച് ഫംഗ്ഷൻസിനെ പറ്റി ഇനി പഠിക്കാം. ഞാനൊരു 7 ടൈപ്പ് ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ എങ്ങനെ ചോദിക്കാം? ഒരു ഫംഗ്ഷന്റെ പേര് തന്നിട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആൻഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ നോട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലെ? അപ്പൊ ചിലപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിനുവേണ്ടി വേഗം നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. +1 എല്ലാ ഫംഗ്ഷന്റെ ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്, ഡൊമൈൻ, റേഞ്ച് എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം. ഫസ്റ്റ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? f of x equal to k.
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ മീൻസ് എക്സിന് ഏത് നമ്പർ കൊടുത്താലും ഔട്ട്പുട്ട് എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പോൾ ആ കോൺസ്റ്റന്റ് ഞാൻ സെലക്ട് ചെയ്യുന്ന സം 3 ആണെന്ന് വിചാരിക്കാം. കോൺസ്റ്റന്റ് സെലക്ട് ചെയ്ത സം 3 ആണെങ്കിൽ എഫ് ഓഫ് 1 3 ആണ്, എഫ് ഓഫ് 2 3 ആണ്, എഫ് ഓഫ് 3 3 ആണ്, എഫ് ഓഫ് 100 3 ആണ്, എഫ് ഓഫ് -100 3 ആണ്. ഏത് നമ്പർ എടുത്താലും ആ കോൺസ്റ്റന്റിലേക്ക് മാപ്പ് ചെയ്യുന്നു. ആ ഫംഗ്ഷനെയാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ മാപ്പ് ഓർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഡയഗ്രാം ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു? എക്സ് ആക്സിസ് വൈ ആക്സിസ് ആദ്യം വരയ്ക്കുക. ദിസ് ഈസ് എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ്. ഹൊറിസോണ്ടലി പോകുന്ന ഒരു ലൈൻ ആയിരിക്കും കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അല്ലെ. എക്സിന് ഏത് വാല്യൂസ് കൊടുത്താലും വൈ ആ ഒരൊറ്റ കോൺസ്റ്റന്റിലേക്ക് മാപ്പ് ചെയ്യുന്നു. അപ്പൊ അത് ജോയിൻ ചെയ്യുമ്പോൾ എക്സ് ആക്സിന് ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ലൈൻ കിട്ടും. അപ്പൊ ഇതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഡയഗ്രാം. കണ്ടിന്യൂസ് ആണോ? ചെക്ക് ചെയ്യൂ. കണ്ടിന്യൂസ് ആണ്. ഐ ക്യാൻ ഡ്രോ ദ ഗ്രാഫ് വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദ പെൻ ഫ്രം ദി പ്ലെയിൻ അല്ലെ. പെൻ എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നു. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. നൗ മൂവിംഗ് ടു ദ സെക്കൻഡ് ഫംഗ്ഷൻ, ഐഡന്റിറ്റി ഫംഗ്ഷൻ. എന്തായിരുന്നു ഐഡന്റിറ്റി ഫംഗ്ഷൻ? ഐഡന്റിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. എഫ് ഓഫ് 1 വന്നാൽ 1, എഫ് ഓഫ് 2 വന്നാൽ 2, എഫ് ഓഫ് -10 വന്നാൽ -10. എക്സിന് ഏത് വാല്യൂ ആണോ ആ വാല്യൂയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഡയഗ്രമാണ് ഐഡന്റിറ്റി ഫംഗ്ഷന്റെ. ഗ്രാഫ് ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ്? ദാ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഒരു സ്ലാന്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഇതാണ് ഐഡന്റിറ്റി ഫംഗ്ഷന്റെ 0 0 1 1 2 2 -1 അങ്ങനെയുള്ള ഗ്രാഫ് അല്ലെ. കണ്ടിന്യൂസ് ആണോ? യെസ്, ഇറ്റ്സ് കണ്ടിന്യൂസ്. എന്താ? വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദ പെൻ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഒരു ബ്രേക്കും ഗ്രാഫിനില്ല. സോ ഇറ്റ്സ് എ എക്സാമ്പിൾ ഫോർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. Now the third function, modulus function. Modulus function ഓർക്കുന്നുണ്ടോ? f of x equal to mod x. f of x equal to mod x ആയിരുന്നു. mod x ന്റെ പ്രോപ്പർട്ടി എന്താ? എക്സിന് ഏത് വാല്യൂ വന്നാലും ഔട്ട്പുട്ട് പോസിറ്റീവ് ആയിരിക്കും. എക്സിന് -2, മോഡ് -2ന്റെ വാല്യൂ 2 ആണ്, മോഡ് -3യുടെ വാല്യൂ 3 ആണ്, മോഡ് -1/2ന്റെ വാല്യൂ 1/2 ആണ്. ഔട്ട്പുട്ട് പോസിറ്റീവ് തരുന്ന ആളാണ് മോഡുലസ് ഫംഗ്ഷൻ. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? പോസിറ്റീവ് എക്സ് വരും വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, നെഗറ്റീവ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ 0. ആക്ച്വലി ഔട്ട്പുട്ട് പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. ഈ മോഡ് എക്സിന്റെ ഉള്ളിലുള്ള എക്സിനുള്ള പോസിബിലിറ്റീസ് ആണിത്. മോഡിന്റെ ഉള്ളിലുള്ള എക്സ് പോസിറ്റീവ് ആകും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുമ്പോൾ, മോഡിന്റെ ഉള്ളിലുള്ള എക്സ് നെഗറ്റീവ് ആകും വെൻ എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ. ഫംഗ്ഷന്റെ ഗ്രാഫ് എന്തായിരുന്നു? വി ഷേപ്പ് ഗ്രാഫ് ആണ് അല്ലെ. ഇതൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല. മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് വി ഷേപ്പ് ഗ്രാഫ് ആണ്. കണ്ടിന്യൂസ് ആണോ? യെസ്, ഇറ്റ്സ് കണ്ടിന്യൂസ് അല്ലെ. വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദ പെൻ ഐ ക്യാൻ ഡ്രോ ദ കണ്ടിന്യൂസ് ഗ്രാഫ്. ഒരു ബ്രേക്കും അവിടെ ഇല്ല. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. നൗ ദ ഫോർത്ത് ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ്. അതിന്റെ ഡെഫിനിഷൻ ഓർക്കുന്നുണ്ടോ? ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ബോക്സ് എക്സ് അല്ലെ, ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എക്സ് കൊടുത്താൽ എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. സപ്പോസ് ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ് 4.6 ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ ഓഫ് 4.6. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ എന്നല്ലേ പേര്. എന്നാൽ പിന്നെ നമുക്ക് തൊട്ടടുത്തുള്ള ഗ്രേറ്റസ്റ്റ് ഇന്റീജറിലേക്ക് അങ്ങ് മാപ്പ് ചെയ്യാം എന്ന് വിചാരിച്ച് നിങ്ങൾ ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഗ്രേറ്റസ്റ്റ് ഇന്റീജർ 5 ആണല്ലോ എന്ന് വിചാരിച്ച് 5ലേക്ക് മാപ്പ് ചെയ്യരുത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആയിട്ടുള്ള ഇന്റീജർ വേണം എടുക്കാൻ. 4.6നേക്കാളും തൊട്ട് താഴെയുള്ള ഇന്റീജർ ഏതാണ്? 4 ആണ്. സോ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ പാർട്ട് ഓഫ് 4.6 എന്ന് പറഞ്ഞാൽ 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ ഓഫ് 0.1 എത്രയാണ്? 0.1നോട് തൊട്ടടുത്ത് കിടക്കുന്ന ഇന്റീജർ ആരാ? പറഞ്ഞേ, 1 അല്ലേ? 1 ആണോ? 1 ഗ്രേറ്റസ്റ്റ് ആയി പോകും. അപ്പൊ 1 എടുക്കാൻ പറ്റുമോ? ഇല്ല. 0.1നോട് തൊട്ട് താഴെയുള്ള ഇന്റീജർ എന്ന് പറഞ്ഞാൽ 0 എടുക്കണം. കറക്റ്റ് ആണോ? 0.1നോട് തൊട്ട് താഴെയുള്ള ഇന്റീജർ 0 എടുക്കണം. അങ്ങനെയാണെങ്കിൽ -1.9 എന്തെടുക്കും? -1.9നോട് തൊട്ട് താഴെയുള്ള ഇന്റീജർ ആരാ? -2 ആണ്. അപ്പോൾ ഇത് ചൂസ് ചെയ്യേണ്ടത് -2. ഓക്കെ. ഇതിന്റെ ഗ്രാഫ് എങ്ങനെയായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? ഗ്രാഫ് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, 1 2 3 0 1 2 3 -1 -2 -1 -2. 0ക്കും 1നും ഇടയ്ക്ക് ഏത് നമ്പേഴ്സ് എടുത്താലും അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 ആണ്. സോ ഔട്ട്പുട്ട് 0 എന്ന് പറഞ്ഞാൽ y വാല്യൂ 0 ആണ്. അപ്പൊ ഗ്രാഫ് എങ്ങനെ വരും? ദാ ഇങ്ങനെ. ദാ ഇവിടെ ഞാനൊരു ഹോൾ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ഹോൾ ആണ്. അടുത്തത്
ഇങ്ങനെ ഒരു ഗ്രാഫ്. നൗ ദിസ് വൺ ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ ഗ്രാഫ് കണ്ടോ, ഇത് ഓൾറെഡി +1 ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ ഗ്രാഫ് 1 മുതൽ 2 വരെയുള്ള ഏത് നമ്പർ എടുത്താലും അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ 1 ആണ്. 1.2ന്റെ 1 ആണ്, 1.3യുടെ 1 ആണ്. അതുപോലെ 2 മുതൽ 3 വരെയുള്ള ഏത് ഫംഗ്ഷന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ ഏതായിരിക്കും? 2 ആയിരിക്കും അല്ലെ. തൊട്ട് താഴെയുള്ള ഇന്റീജർ 2.1 2 ആണ്, 2.5 2 ആണ്, അങ്ങനെ. അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡും. ഈ ഫംഗ്ഷന് വേറൊരു പേരും കൂടിയുണ്ട്, സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ വേറൊരു പേരാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അപ്പോൾ ആക്ച്വലി നമുക്ക് ഈ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്ന പേര് മനസ്സിലുണ്ടെങ്കിൽ തന്നെ അറിയാൻ പറ്റും ഇത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന്. കണ്ടിന്യൂസ് ആണോ നോക്കൂ, സ്റ്റെപ്പ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഒരുപാട് ബ്രേക്സ് വരുന്നു ഇൻ ബിറ്റ്വീൻ ദ ഗ്രാഫ്. അപ്പൊ എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ്. ക്ലിയർ അല്ലേ? യെസ്. Now the next, signum function. Signum function എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? f of x ഡിഫൈൻ ചെയ്യുന്നത് 3 വാല്യൂസ് ആണ് f of x ന് വരുന്നത്. +1 when x greater than 0, 0 when x equal to 0 and -1 when x less than 0. x ന് പോസിറ്റീവ് വാല്യൂസ് എടുക്കുമ്പോൾ അത് 1ലേക്ക് മാപ്പ് ചെയ്യുന്നു. x ന് 0 വന്നാൽ 0യിലേക്ക് മാപ്പ് ചെയ്യുന്നു. x ന് നെഗറ്റീവ് വാല്യൂസ് വന്നാൽ -1ലേക്ക് മാപ്പ് ചെയ്യുന്നു. അതെന്താ അങ്ങനെ? എങ്ങനെ ഇതിനെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? സപ്പോസ് ഞാൻ x ന് സപ്പോസ് 3 എടുത്തു, അതിന്റെ f of x വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. x ന് പോസിറ്റീവ് വന്നാൽ 1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. സോ അതിന്റെ ഗ്രാഫ് എങ്ങനെ പോകും അറിയാമോ? ഓർക്കുന്നുണ്ടോ? ആദ്യം x ന് 0 വന്നാൽ 0, അടുത്തത് പോസിറ്റീവ് വന്നാൽ 1, നെഗറ്റീവ് വന്നാൽ -1. ഈ ഒരു ഗ്രാഫാണ് കിട്ടുന്നത്. ഏത് ഫംഗ്ഷന്? സിഗ്നം ഫംഗ്ഷന്. കണ്ടിന്യൂസ് ആണോ? നോ. വൈ? there are breaks through the graph അല്ലെ. നമ്മൾ വരയ്ക്കുമ്പോൾ പെൻ എടുക്കേണ്ടി വരുന്നു. വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദ പെൻ അല്ല, നമുക്ക് പെൻ ഒന്ന് എടുത്തിട്ട് വേണം ബാലൻസ് വരയ്ക്കാൻ. ഇവിടം വരെ വന്നു, ബ്രേക്ക് ചെയ്തു, 0യിൽ വന്നു, ബ്രേക്ക് ചെയ്തു, 1ലേക്ക് പോയി. സോ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ്, അല്ലെങ്കിൽ എക്സാമ്പിൾ ഫോർ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. അതുപോലെ സിഗ്നം ഫംഗ്ഷനും എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇനി നമുക്ക് സൈൻ എക്സിലേക്ക് പോവാം. സൈൻ എക്സിന്റെ ഗ്രാഫ് കണ്ടിന്യൂസ് ആണോ? സൈൻ എക്സ് f of x equal to sin x. ഓർക്കുന്നുണ്ടോ? ഗ്രാഫ് എല്ലാവർക്കും ഇപ്പൊ തന്നെ ബൈഹാർട്ടാണ്. 0യിൽ കൂടി പാസ് ചെയ്യുന്ന ഇതുപോലെയുള്ളൊരു വേവി ഗ്രാഫ് ആണ് അല്ലേ. 0 π/2 കണ്ടിന്യൂസ് ആണ്. സൈൻ എക്സിന്റെ ഗ്രാഫ് കണ്ടിന്യൂസ് ആണ്. ഇതിന്റെ കൂടെ തന്നെ പറയട്ടെ, കോസ് എക്സിന്റെ ഗ്രാഫും കണ്ടിന്യൂസ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഫംഗ്ഷൻ റെസിപ്രോക്കൽ ഫംഗ്ഷൻ. റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്തായിരുന്നു? f of x equal to 1/x. f of x equal to 1/x. x ന് 2 വന്നാൽ 1/2ലേക്ക് മാപ്പ് ചെയ്യും, 3 വന്നാൽ 1/3ലേക്ക് മാപ്പ് ചെയ്യും. അതുപോലെ തന്നെ -1/2 വന്നാൽ -2ലേക്ക് മാപ്പ് ചെയ്യും. അങ്ങനെയുള്ള ഫംഗ്ഷൻ ആണ് റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഏത് നമ്പറോ ആണോ അതിന്റെ റെസിപ്രോക്കലിലേക്ക് മാപ്പ് ചെയ്യും. ക്ലിയർ? ഓക്കെ. ഫംഗ്ഷന്റെ ഗ്രാഫ് ഓർക്കുന്നുണ്ടോ? ഗ്രാഫ് ദാ ഇങ്ങനെ പോകുന്നൊരു ഗ്രാഫാണ്. ഒരു കാര്യം പറയട്ടെ, എക്സിന് 0 ചൂസ് ചെയ്യാൻ പറ്റുമോ? എക്സിന് 0 ചൂസ് ചെയ്താൽ എന്ത് പറ്റും? ഫംഗ്ഷൻ ഔട്ട്പുട്ട് 1/0 വരും അല്ലെ. സപ്പോസ് എക്സിന് 0 വന്നാൽ ഔട്ട്പുട്ട് f of x എന്ന് പറഞ്ഞാൽ 1/0 വന്ന് നോട്ട് ഡിഫൈൻഡ് എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഫംഗ്ഷൻ പഠിക്കുമ്പോഴേ പറയുന്നുണ്ട്, റെസിപ്രോക്കൽ ഫംഗ്ഷന്റെ ഡൊമൈൻ ആരില്ലാതെയാണ് എടുക്കുന്നത്? 0 എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് ഡൊമൈൻ വരുന്നത്. 0നെ നമ്മൾ അങ്ങ് റിമൂവ് ചെയ്യും. സപ്പോസ് 0 ഉണ്ട്, ഗ്രാഫിൽ 0 ഉണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താകും? ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആകും. 0 ഉണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഡൊമൈൻ ആരാണ്? ഡൊമൈൻ ഓഫ് എഫ് നമ്മൾ ചൂസ് ചെയ്യുന്നത് റിയൽ നമ്പേഴ്സിൽ നിന്നും ഈ 0നെ അങ്ങ് എക്സ്ക്ലൂഡ് ചെയ്യും റെസിപ്രോക്കൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ. ഇപ്പോൾ ഈ ഡൊമൈനിൽ ഗ്രാഫ് കണ്ടിന്യൂസ് ആണോ? കണ്ടിന്യൂസ് ആണല്ലേ. നോക്കിയേ, ബ്രേക്ക് ഉണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങ് പോകുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു പോസിറ്റീവ് സൈഡിൽ. സോ ഇൻ ദ ഡൊമൈൻ 1/x എന്താണ്? കണ്ടിന്യൂസ് ആണ്. എക്സ് വന്നാൽ എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. ക്ലിയർ അല്ലേ? യെസ്. നൗ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇപ്പൊ തന്നെ മനസ്സിലായി എന്താണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന്. കണ്ടിന്യൂറ്റി അറ്റ് ദ പോയിന്റ് എന്താ? ഒരു പോയിന്റിലെ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഡൊമൈനിൽ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ എല്ലാ ഡൊമൈനിലെ എല്ലാ പോയിന്റ്സിലും തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെങ്കിൽ ഫംഗ്ഷനും ഹോൾ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഡൊമൈനിലെ എല്ലാ വാല്യൂസിനും ഫോർ എവറി എക്സ് ഇൻ എക്സ് ഡൊമൈൻ ഫംഗ്ഷൻ എക്സിൽ നിന്നും വൈയിലേക്കാണെങ്കിൽ
ആ ഫംഗ്ഷന്റെ എല്ലാ പോയിന്റിലും നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തു, എല്ലാ പോയിന്റിലും അതിന്റെ ലിമിറ്റും ഫംഗ്ഷന്റെ വാല്യൂയും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടിയാൽ എന്ത് പറയാം? ഫംഗ്ഷനെ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. കണ്ടിന്യൂറ്റി അറ്റ് ദ പോയിന്റിന്റെ ഒരു എക്സ്റ്റൻഡഡ് കേസ് ആണ് കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന്റെ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ക്ലിയർ? യെസ്. നൗ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യാനായിട്ട് 3 കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. എന്താണ്? ആദ്യം നമ്മൾ പറഞ്ഞു ലിമിറ്റിംഗ് വാല്യൂവും ഫംഗ്ഷന്റെ വാല്യൂവും സെയിം ആവണം അല്ലേ? ഇപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സിന്റെ വാല്യൂ, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സിന്റെ വാല്യൂവും എഫ് ഓഫ് സിയുടെ വാല്യൂവും ഈക്വൽ ആയാൽ മാത്രമാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ ഫോർ ദ കണ്ടിന്യൂറ്റി. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ എക്സിസ്റ്റ് ചെയ്യണം? ഇവിടെ ഞാൻ സിക്ക് പകരം എ കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. സിക്ക് പകരം എ കൊടുക്കാം. ഓക്കെ, എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എഫ് ഓഫ് എ ആവണം. അപ്പോൾ ഫസ്റ്റ് ആര് എക്സിസ്റ്റ് ചെയ്യണം? എഫ് ഓഫ് എ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ആവണം, അല്ലെങ്കിൽ ഡിഫൈൻഡ് ആയിരിക്കണം, തന്നിരിക്കണം ക്വസ്റ്റ്യനിൽ. എന്നാലേ ഈക്വൽ ആണോ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്. ഇനി എന്ത് ചെയ്യണം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം. സപ്പോസ് നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ 1/0 അല്ലെങ്കിൽ നോട്ട് എക്സിസ്റ്റ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് എന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെക്ക് ചെയ്യാൻ പറ്റുമോ? ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആയിരിക്കണം ആർക്ക്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സിന്. നൗ ദ തേർഡ് എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആയാൽ മാത്രമേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് ചെയ്യാൻ പോകുമ്പോൾ ഈ 3 കാര്യങ്ങൾ മനസ്സിലുണ്ടാവണം. ഫസ്റ്റ് തന്നിരിക്കുന്ന പോയിന്റ്, ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റി ആണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ ഉണ്ടാവണം, ലിമിറ്റിംഗ് വാല്യൂ ഉണ്ടാവണം, ഇവർ രണ്ടുപേരും കൂടി ഈക്വൽ ആവണം. യെസ്. ഇനി ഇപ്പൊ നമ്മുടെ തിയറി പോർഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സെക്ഷനിലേക്ക് കടക്കാം. Okay, the first question, check the continuity of f of x equal to x square minus 1 by x minus 1 when x not equal to 1 and 2 when x equal to 1. We want and at x equal to 1. നമുക്ക് എന്താ ചെക്ക് ചെയ്യണ്ടേ? കണ്ടിന്യൂറ്റി അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു 1. ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റി നോക്കണം. ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റി നോക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു 1 കണ്ടിന്യൂറ്റി ഉണ്ടോ, ഫംഗ്ഷന് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് നോക്കണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സിന്റെ വാല്യൂവും എഫ് ഓഫ് 1ന്റെ വാല്യൂവും ഈക്വൽ ആണെങ്കിൽ, when they are equal we can say that the given function is continuous at 1. ചെക്ക് ചെയ്യാം നമുക്ക്. So the first ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് നോക്കാം. എഫ് ഓഫ് എക്സിന്റെ പ്ലേസിൽ ആരാണ്? എക്സിന്റെ വാല്യൂ 1ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ, ഞാൻ പിന്നെയും പറയാണ്, 1ലേക്ക് അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 1 അല്ല, 1ലേക്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുന്നതെന്ന് മാത്രമേ മീനിങ് ഉള്ളൂ. അപ്പൊ നമ്മൾ ഫംഗ്ഷൻ ആരെയാ ചൂസ് ചെയ്യേണ്ടത്? എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് മൈനസ് 1നെ വേണം ഇവിടെ എഫ് ഓഫ് എക്സ് ആയിട്ട് ചൂസ് ചെയ്യാൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് മൈനസ് 1. ഇനി ഞാൻ ഈ ഫംഗ്ഷനെ ഒന്ന് ചെറുതാക്കാൻ പോവാണ്. ഡയറക്ട്ലി 1 കൊടുത്തു കഴിഞ്ഞാൽ അത് 0/0 ഫോം ആയി പോകും. അപ്പൊ നമ്മൾ +1 പഠിച്ചു, അങ്ങനെ ഡയറക്ട്ലി 0/0 വരുമ്പോൾ എന്ത് ചെയ്യുക? ഒന്നില്ലെങ്കിൽ അതിനെ ഫാക്ടറൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്യണം. ഇവിടെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ഈ എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ ഇതിനെ നമുക്ക് ഷോർട്ടാക്കി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 divided by x minus 1. Now the x minus 1 and x minus 1 are cancelled. We get limit x tends to 1 x plus 1. ഇനി എന്ത് ചെയ്യാം? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. എക്സിന് ഡയറക്റ്റ് വാല്യൂ കൊടുക്കുക. എക്സിന് ഡയറക്റ്റ് 1 കൊടുക്കുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? 1 + 1 2. Now f of 1ന്റെ വാല്യൂ നോക്കാം. f of 1 എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ അറ്റ് x ഈക്വൽ ടു 1. കറക്റ്റ് ആയിട്ടും x ഈക്വൽ ടു 1 എക്സിലേക്ക് 1ലേക്ക് അപ്രോച്ച് ചെയ്യുന്നതല്ല, അറ്റ് ദ പോയിന്റ് x ഈക്വൽ ടു 1 തന്നിട്ടുണ്ട്. ആരാണ്? ദാറ്റ് ഈസ് 2. നോക്കിക്കേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സിന്റെ വാല്യൂവും എഫ് ഓഫ് 1ന്റെ വാല്യൂവും ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് വി ഗെറ്റ് ദേ ആർ ഈക്വൽ ആയിട്ട് കിട്ടി. സോ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു 1. എന്താണ്? ഗിവൺ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു 1. ഓക്കെ അല്ലേ? യെസ്. Moving to the next question. Check the continuity of f of x
x plus 2 if x less than 1, 0 if x equal to 1, x minus 2 if x greater than 1. നോക്കിക്കേ, ഫംഗ്ഷനെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. നേരത്തെ തന്ന ഫംഗ്ഷൻ നോട്ട് ഈക്വൽ ടു 0 വരുമ്പോഴും 0 വരുമ്പോഴും രണ്ട് കേസ് അവിടെയുള്ളൂ. ഇവിടെ 1നേക്കാളും ചെറുത് വരുമ്പോൾ ഒരു ഫംഗ്ഷൻ, 1നേക്കാളും ഗ്രേറ്റർ വരുമ്പോൾ വേറെ ഫംഗ്ഷൻ, അറ്റ് ദ പോയിന്റ് 1ലും വാല്യൂ ഉണ്ട്. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. ഇവിടെ 1 ആണെന്ന് എങ്ങനെ മനസ്സിലായത്? ഫംഗ്ഷനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന പോയിന്റ് 1നെ ബേസ് ചെയ്താണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1ലുള്ള കണ്ടിന്യൂറ്റി ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ? ആ 1ൽ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഗ്രാഫിന് എന്തെങ്കിലും ബ്രേക്ക് വന്നിട്ടുണ്ടോ, അതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 1 വെച്ച് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് എന്ത് നോക്കണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സിന്റെ വാല്യൂവും എഫ് ഓഫ് 1ന്റെ വാല്യൂവും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി ഒരു കാര്യമുണ്ട്, എക്സ് ടെൻസ് ടു 1നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എക്സ് 1ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ലെഫ്റ്റിലെ അപ്രോച്ചിന് ഒരു വാല്യൂ തന്നിട്ടുണ്ട്, റൈറ്റിലെ അപ്രോച്ചിന് വേറെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡയറക്ട്ലി നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സിന് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കണം. എന്നിട്ട് അവർ ഈക്വൽ ആണെങ്കിൽ ആ ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആണ് ആർക്ക് എടുക്കേണ്ടത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സിന് എടുക്കേണ്ടത്. ഓക്കെ, സോ ഞാൻ ആദ്യം LHL കണ്ടുപിടിക്കാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്താണ്? ലെഫ്റ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുന്നു, 1നേക്കാളും ചെറുത്. 1നേക്കാളും ചെറിയ എക്സ് വരുന്ന എപ്പോഴാണ്? എക്സ് പ്ലസ് 2. അപ്പൊ ഫംഗ്ഷൻ ആര് കൊടുക്കണം? എക്സ് പ്ലസ് 2 കൊടുക്കണം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എക്സ് പ്ലസ് 2. മനസ്സിലായല്ലോ? എക്സിന്റെ വാല്യൂ 1നേക്കാളും ചെറുത് വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് പ്ലസ് 2 ആണ്. സോ വി ടേക്ക് ദ ഫംഗ്ഷൻ ആസ് എക്സ് പ്ലസ് 2. നൗ എന്ത് ചെയ്യുക? ഈ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫംഗ്ഷനിലേക്ക് 1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 1 പ്ലസ് 2 ദാറ്റ് ഈസ് 3. ക്ലിയർ? 1 മൈനസ് ആണെങ്കിലും നിങ്ങൾ നെഗറ്റീവ് 1 ഒന്നും അല്ല കൊടുക്കേണ്ടത്, 1 തന്നെയാണ് കൊടുക്കേണ്ടത്. അതൊക്കെ അറിയാലോ, പ്ലസ് 1 ലിമിറ്റ്സിൽ പഠിക്കുന്നതാണ്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് RHL. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. 1 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 1നേക്കാളും കൂടുതൽ, എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1. ഗ്രേറ്റർ ദാൻ 1 ഫംഗ്ഷൻ ആരാണ്? എക്സ് മൈനസ് 2 ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എക്സ് മൈനസ് 2. എക്സ് മൈനസ് 2. എക്സ് മൈനസ് 2ൽ ഡയറക്റ്റ് 1 കൊടുത്തേ, ദാറ്റ് ഈസ് 1 മൈനസ് 2. 1 മൈനസ് 2 എത്രയാണ്? മൈനസ് 1. നോക്കിക്കേ, LHLും RHLും കണ്ടുപിടിച്ചു. LHL എന്ത് കിട്ടേ? LHL 3 വന്നു, RHL മൈനസ് 1 വന്നു. രണ്ടും ഈക്വൽ ആണോ? അല്ല, RHL നോട്ട് ഈക്വൽ ടു LHL. അപ്പൊ എന്ത് പറയാം? ആക്ച്വലി 1 എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല. 1 എന്ന് പറയുന്ന പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ രണ്ട് ലിമിറ്റും കോയിൻസൈഡ് ചെയ്തേനെ. അപ്പോൾ ലിമിറ്റ് ഈക്വൽ അല്ല. LHLും RHLും ഈക്വൽ അല്ലാത്ത കേസിൽ 1ൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു കേസിൽ നമ്മളത് ഫംഗ്ഷന്റെ വാല്യൂനോട് ഈക്വൽ ആണോ ചിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത്രയും പോകേണ്ട ആവശ്യമില്ല. LHLും RHLും ഈക്വൽ അല്ലെങ്കിൽ തന്നെ വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൻ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പൊ എന്താണ്? ദിസ് ഈസ് എ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഡിസ്കണ്ടിന്യൂറ്റി ഏത് പോയിന്റിലാണ്? അറ്റ് എക്സ് ഈക്വൽ ടു 1. ഓക്കെ, now the next, find the relationship between A and B if f of x equal to ax plus 1 if x less than or equal to 3, bx plus 3 if x greater than c is a continuous function. നോക്കിക്കേ, തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അവരെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? എയും ബിയെയും. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് പറയാം? ആ പോയിന്റിലെ ലിമിറ്റിംഗ് വാല്യൂവും ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റും ഈക്വൽ ആണ്. ഇവിടെ ഏത് പോയിന്റാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്? ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 3 വെച്ചാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. 3 വെച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? 3ലെ ലിമിറ്റിംഗ് വാല്യൂവും ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് 3യും ഈക്വൽ ആണോ ചെക്ക് ചെയ്യാം അല്ലെ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈക്വൽ ആണെന്നാണ് തന്നിരിക്കുന്നത്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സിന്റെ വാല്യൂവും എഫ് ഓഫ് 3യുടെ വാല്യൂവും ഈക്വൽ ആണ്. പക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് 3യുടെ വാല്യൂ തന്നിട്ടുണ്ടോ? എഫ് ഓഫ് 3യുടെ വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുന്നത്? പിന്നെ 2 സ്പ്ലിറ്റിംഗ് തന്നിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ 3നേക്കാളും ചെറുതാവുമ്പോഴും എക്സിന്റെ വാല്യൂ 3നേക്കാളും വലുതാവുമ്പോഴും.
ഇനി എന്ത് ചൂസ് ചെയ്യാം? എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആവണം അല്ലെ? അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? LHLും RHLും ഈക്വൽ ആണെന്നല്ലേ അർത്ഥം? കണ്ടിന്യൂസ് ആണെങ്കിൽ LHLും RHLും ഈക്വൽ ആണ്. നമുക്ക് LHLും RHLും ഒന്ന് നോക്കാം. LHL എന്ത് കിട്ടും? LHL എന്ന് പറയും LHL ഈക്വൽ ടു RHL എന്നുള്ള കണ്ടീഷൻ എടുത്തു. LHLന്റെ വാല്യൂ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ്, ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റ് 3 ആണ്. അപ്പൊ 3ക്ക് ലെഫ്റ്റ് ഉള്ള വാല്യൂസ് 3 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തെഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ക്ലിയർ? നൗ വാട്ട് ഈസ് എ വാല്യൂ ഫോർ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്? എന്താണ്? 3 മൈനസിൽ നമ്മൾ എടുക്കേണ്ട എഫ് ഓഫ് എക്സ് AX പ്ലസ് 1 അല്ലേ? എക്സിന്റെ വാല്യൂ 3നേക്കാളും ചെറുതാകുമ്പോൾ AX പ്ലസ് 1. അപ്പൊ എന്ത് കൊടുക്കാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് AX പ്ലസ് 1ന്റെ വാല്യൂ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എക്സിനേക്കാളും ഗ്രേറ്റർ 3യേക്കാളും ഗ്രേറ്റർ വാല്യൂ ആണ് എക്സിന് വരുന്നതെങ്കിൽ എന്ത് ചൂസ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്? BX പ്ലസ് 3. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം BX പ്ലസ് 3. ഇനി എന്ത് ചെയ്യുക? ഇനി ഡയറക്റ്റ് എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക. എക്സിന് 3 കൊടുത്തേ. എക്സിന് 3 കൊടുക്കുമ്പോൾ 3A പ്ലസ് 1 ഈക്വൽ ടു ബി. ഇവിടെ റൈറ്റിലും എക്സിന് 3 കൊടുക്കുക. 3 കൊടുക്കുമ്പോൾ 3B പ്ലസ് 3. നൗ ഓക്കെ, ഇവിടെയാണ് ബാലൻസ് എഴുതുന്നത്, ശ്രദ്ധിച്ചോളൂ. 3A പ്ലസ് 1 ഈക്വൽ ടു 3B പ്ലസ് 3. അപ്പോൾ അവിടെ നിന്ന് എന്ത് വരും? 3A മൈനസ് 3Bയുടെ വാല്യൂ 3 മൈനസ് 1 2 വരും. കറക്റ്റ് അല്ലേ? 3 മൈനസ് 1 2 വരും. 3 മൈനസ് 1 2. ദാറ്റ് ഈസ് 3 കോമൺ എടുക്കാം. ദാറ്റ് ഈസ് A മൈനസ് B ഈക്വൽ ടു 2/3. 3 കോമൺ എടുക്കുക. അപ്പൊ 3 ഇൻറ്റു A മൈനസ് B ഈക്വൽ ടു 2 വരും. നൗ 3നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ 2/3 ആവും. A മൈനസ് B ഈക്വൽ ടു 2/3. സോ എയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? A മൈനസ് B ഈക്വൽ ടു 2/3. ക്ലിയർ അല്ലേ? യെസ്. നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്താണ് വാല്യൂ തന്നിരിക്കുന്നതെങ്കിൽ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RHLും LHLും ഈക്വൽ എന്നുള്ള കണ്ടീഷൻ എടുക്കുക. ഇനി സ്പ്ലിറ്റ് ചെയ്യാതെ ഒരു ഫംഗ്ഷൻ നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നോട്ട് ഈക്വൽ ടു സം വാല്യൂ, ഫംഗ്ഷന്റെ വാല്യൂ തന്നാൽ എന്തെടുക്കുക? നമ്മുടെ ഡെഫിനിഷന്റെ കണ്ടീഷൻ എടുക്കുക. ക്ലിയർ? യെസ്. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് എഫ് ഓഫ് എക്സ് equal to x sin 1 by x if x not equal to 0 and k if x equal to 0, then f of x is continuous at x equal to 0 if ഏതാണ് കണ്ടീഷൻ? നോക്കിക്കേ, ഇത് കണ്ടിന്യൂസ് ആണ് അറ്റ് എക്സ് ഈക്വൽ ടു 0. 0ല് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആരുടെ വാല്യൂ കണ്ടുപിടിക്കണം? കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ദാ ഇവിടെ ഒരു കെ കിടക്കുന്നത് കണ്ടോ? കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ചെയ്യാം. Continuous at x equal to 0 അല്ലേ? അപ്പോൾ we have the equation limit x tends to 0 f of x equal to f of 0. Clear? ഇനി നമ്മൾ രണ്ട് സൈഡും കണ്ടുപിടിക്കാൻ പോവാണ്. ലിമിറ്റ് x tends to 0 f of x ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. x tends to 0 വരുമ്പോൾ exactly 0 അല്ല. So we can take the function as x into sin 1 by x. അപ്പോൾ എന്തെഴുതാം? ലിമിറ്റ് x tends to 0 x into sin 1 by x. Now we can split the limit as limit x tends to 0 x into limit x tends to 0 sin 1 by x. ഓക്കെ, നമ്മുടെ ലിമിറ്റിന്റെ പ്രോപ്പർട്ടി 11ൽ പഠിച്ചതാണ്. നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇനി എക്സിന്റെ വാല്യൂ 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, ഇതിന്റെ ലിമിറ്റിംഗ് വാല്യൂ 0 ഇൻറ്റു sin 1 by x. എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ sin 1 by എക്സിന്റെ വാല്യൂ എന്താകും? നിങ്ങൾ നേരെ 1/0 നോട്ട് ഡിഫൈൻഡ് ആണല്ലോ, സൈൻ നോട്ട് ഡിഫൈൻഡ് ആണല്ലോ, അങ്ങനെയൊന്നും ചെയ്യരുത്. സൈൻ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ, ലിസൺ, സൈൻ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1നും 1നും ഇടയ്ക്കുള്ളതല്ലേ സൈൻ 1 by എക്സിന്റെ വാല്യൂ? സൈൻ 1 by എക്സിന്റെ വാല്യൂ -1നും 1നും ഇൻ ബിറ്റ്വീൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ് ടെൻസ് ടു സൈൻ 1 by എക്സ് ടെൻസ് ടു 0 സൈൻ 1 by എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേറ്റിംഗ് ഫംഗ്ഷൻ ആയിരിക്കും അവിടെ കിട്ടുന്നത്. ഗ്രാഫ് ലൈക്ക് ഇങ്ങനെ ആയിരിക്കും. ഈ 0യോട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വാല്യൂ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എക്സാക്ട്ലി 0 ആവില്ല അവിടെ. അപ്പൊ അതുകൊണ്ട് -1നും +1നും ഇടയ്ക്ക് ഓസിലേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണിത്. അപ്പോൾ ഒരു റിയൽ നമ്പർ ആണ്. എ റിയൽ നമ്പർ ഓസിലേറ്റിംഗ് ബിറ്റ്വീൻ -1 ആൻഡ് +1.
-1നും +1നും ഇടയ്ക്ക് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന വാല്യൂ ആണ് ഇവിടെ വരുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, 0 ഇൻറ്റു എനി നമ്പർ എന്താണ്? 0 തന്നെയാണ്. സോ ഫൈനലി നമുക്ക് കിട്ടും ഇത് 0 ആണ്. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 ആണെന്ന് കിട്ടി. ഇനി നമ്മുടെ കണ്ടീഷൻ എന്താ? കണ്ടിന്യൂസ് ആയതുകൊണ്ട് അത് ആക്ച്വലി ആരോട് ഈക്വൽ ആവണം? എഫ് ഓഫ് 0യോട് ഈക്വൽ ആവണം. അപ്പൊ 0 ഈക്വൽ ടു എഫ് ഓഫ് 0 എന്ന് കിട്ടണം. ഇനി എഫ് ഓഫ് 0 ഓൾറെഡി തന്നിട്ടുണ്ട്, ആരാണ്? കെ ആണ്. അപ്പൊ 0 ഈക്വൽ ടു കെ എന്ന് കിട്ടിയില്ലേ? അപ്പൊ എന്താണ് വാല്യൂ ഓഫ് കെ? 0. ക്ലിയർ? ഓക്കെ. നൗ ദ നെക്സ്റ്റ്. Let f of x equal to 3 mod x plus 4 tan x by x if x not equal to 0 and k if x equal to 0, then f of x is continuous at x equal to 0, 4. Same or similarly ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ്? കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. x equal to 0 ൽ നമുക്ക് ആരുടെ വാല്യൂ കണ്ടുപിടിക്കണം? കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ശരി, ചെയ്യാം. എന്താണ് ചെയ്യേണ്ടത്? ലിമിറ്റ് x tends to 0 f of xന്റെ വാല്യൂ f of 0യോട് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയതുകൊണ്ട്. ഇനി ഒരു കാര്യം ആലോചിച്ചേ, ലിമിറ്റ് x tends to 0, ലിമിറ്റ് x tends to 0 f of xന് പകരം ആരാണ്? 3 mod x plus 4 tan x by x ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഈ ഫംഗ്ഷനിൽ ഒരു mod x കയറി വന്ന കണ്ടോ? ഈ mod xന് പോസിറ്റീവ് ആവാനുള്ളതും നെഗറ്റീവ് ആവാനുള്ളതും ചാൻസ് ഉണ്ട്. മോഡ് എക്സ് പോസിറ്റീവ് ആവുന്ന എപ്പോഴാണ്? എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുമ്പോൾ. മോഡ് എക്സ് നെഗറ്റീവ് ആവുന്ന എപ്പോഴാണ്? എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 0 വരുമ്പോൾ. അതുകൊണ്ട് ഈ ഫംഗ്ഷനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. LHLും കണ്ടുപിടിക്കണം, RHLും കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? മോഡ് എക്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. മോഡ് എക്സ് വരുമ്പോൾ ഈ എക്സിന് പോസിറ്റീവ് ആവാനും നെഗറ്റീവ് ആവാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, LHL ആൻഡ് RHL. ഓക്കെ, LHL കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ലിമിറ്റ് x tends to 0 മൈനസ് എഫ് ഓഫ് എക്സ് ആണ് അല്ലേ? 0 മൈനസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇതാണ്. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൽ മോഡ് എക്സ് നെഗറ്റീവ് എക്സ് ആണ്. മോഡ് എക്സ് നെഗറ്റീവ് എക്സ് ആണ്. അപ്പോൾ 3 ഇൻറ്റു മൈനസ് എക്സ് പ്ലസ് 4 ടാൻ എക്സ് ബൈ എക്സ് എന്ന് വന്നു. ഓക്കെ, ഇനി RHLൽ ആരാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് RHLൽ റൈറ്റ് ഹാൻഡ് ആണ്. എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ മോഡ് എക്സിനെ എക്സ് എന്ന് തന്നെ എടുക്കാം. ദാറ്റ് ഈസ് 3x പ്ലസ് 4 ടാൻ എക്സ് ബൈ എക്സ് എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ നോക്കിയാലോ? LHL നോക്കിക്കേ. ദാ ഇവിടെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് മൈനസ് 3x ബൈ എക്സ് പ്ലസ് ലിമിറ്റ് x tends to 0 മൈനസ് എന്താണ്? 4 tan x by x. ഓക്കെ, ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ നോക്കിയേ, എക്സും എക്സും ക്യാൻസൽ ആയി -3 കിട്ടും. എക്സിന്റെ വാല്യൂ 0യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ -3യുടെ വാല്യൂ. വേരിയബിൾസ് ഇല്ല, അതുകൊണ്ട് ക്വാണ്ടിറ്റി ഫിക്സ്ഡ് ആണ്. അപ്പൊ -3 തന്നെ ആൻസർ കിട്ടും. -3 പ്ലസ് 4 tan x by x. നമ്മൾ ട്രിഗ്നോമെട്രിക് ലിമിറ്റ്സിൽ പഠിക്കുന്നതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സിന്റെ വാല്യൂ 1 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സിന്റെ വാല്യൂ 1 ആണ്. സോ ടാൻ എക്സ് ബൈ എക്സിന്റെ വാല്യൂ 1 ആണ്. പിന്നെ ആരാണ് ഇവിടെ എക്സ്ട്രാ ഉള്ളത്? 4 ആണ്. സോ 4 ഇൻറ്റു 1 എന്ന് വരും. ഓക്കെ, സോ 3 പ്ലസ് 4 ഇൻറ്റു 1 എന്താണ്? 7 കിട്ടി. ക്ലിയർ? സോ LHL 7 കിട്ടി. നൗ വാട്ട് അബൌട്ട് ദി RHL? RHL ഈക്വൽ ടു പോസിറ്റീവ് വാല്യൂസ് ആണ് എടുക്കുന്നത്. വൈൽ സ്പ്ലിറ്റിംഗ് ദ ലിമിറ്റ്സ് വി ഗെറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 3x ബൈ എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 4 tan x by x. ഓക്കെ, നൗ എക്സ് ആൻഡ് എക്സ് ആർ ക്യാൻസൽ. വി ഗെറ്റ് ഇവിടെ സിമിലർലി നമുക്ക് ഇവിടെ 3 തന്നെ എഴുതാം. വേരിയബിൾസ് ഒന്നുമില്ല, ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. സോ 3 തന്നെ വന്നു. ഇവിടെ എന്ത് വരും? tan x by x ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞു 1 ആണ് വാല്യൂ. tan x by x ഓൾറെഡി 1 ആണ് വാല്യൂ. അപ്പൊ 3 പ്ലസ് 4 ജസ്റ്റ് ലിസൺ, ഇവിടെ ഒരു -3 ഉണ്ടായിരുന്നു അല്ലേ? -3 ഉണ്ട് ഇവിടെ. LHL ഒന്ന് ശ്രദ്ധിക്കുക. LHL ഒരു -3 ഉണ്ട്. -3 പ്ലസ് 4 എന്ന് പറയുന്നത് +1 ആണ് വരുന്നത് കേട്ടോ. +1 ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. -3 പ്ലസ് 4 +1 ആണ് വരുന്നത്. നൗ ഇവിടെ എന്ത് വരും? 3 പ്ലസ് 4 7 വന്നു. സോ LHL +1ഉം RHL 7ഉം വന്നു. ഈക്വൽ ആയോ? ഇല്ല. LHL നോട്ട് ഈക്വൽ ടു RHL എന്ന് വന്നു. സോ ദ
ഫംഗ്ഷന് എന്താണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കിട്ടി. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കെക്ക് വാല്യൂസ് ഉണ്ടോ? ഇല്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രമല്ലേ ഇതിനെ നമുക്ക് എഫ് ഓഫ് സീറോട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ എഫ് ഓഫ് സീറോട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. എഫ് ഓഫ് സീറോട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കെക്ക് വാല്യൂവും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ് ഓപ്ഷൻ? നോ വാല്യൂസ് ഫോർ കെ. ക്ലിയർ? യെസ്. ഇനി രണ്ട് കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് എഴുതി വെക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സിന്റെ വാല്യൂ 1 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സിന്റെ വാല്യൂ 1 ആണെന്ന് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. യെസ്. Now the next question, find all the points of discontinuity of f of x where mod x plus 3 if x less than or equal to 3, minus 2x if minus 3 less than x less than 3, and 6x plus 2 if x greater than or equal to 3. Okay. നമുക്ക് നോക്കാം. ഇവിടെ എക്സിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് വാല്യൂ വെച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് വാല്യൂ ഏതൊക്കെ വാല്യൂ ആണ്? -3 വെച്ചിട്ടും +3 വെച്ചും. അപ്പൊ നമുക്ക് ആരുടെയൊക്കെ ഡിസ്കണ്ടിന്യൂറ്റി ഏതൊക്കെ പോയിന്റിൽ നോക്കണം? -3യിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി നോക്കണം, +3യിലുള്ളത് നോക്കണം. അതെങ്ങനെയാ മനസ്സിലായത്? -3നെയും +3നെയും വെച്ചിട്ടാണ് രണ്ടും സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് ഫംഗ്ഷന്റെ വാല്യൂസിനെ. അപ്പൊ ഞാൻ ആദ്യം അറ്റ് എക്സ് ഈക്വൽ ടു -3 നോക്കാം. അറ്റ് എക്സ് ഈക്വൽ ടു -3 കണ്ടിന്യൂസ് ആണോ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കാം. യെസ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു -3നെ തന്നെ രണ്ട് സ്പ്ലിറ്റിംഗ് ഉണ്ട്. -3യേക്കാളും ചെറിയ വാല്യൂസ് വരുമ്പോഴും -3യേക്കാളും വലിയ വാല്യൂസ് വരുമ്പോഴും അപ്പോഴും അവിടെ നമ്മൾ എന്ത് ചെയ്യണം? LHL ഉം RHL ഉം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം LHL നോക്കാം. അറ്റ് എക്സ് ഈക്വൽ ടു 3 LHL -3 മൈനസ് അല്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 മൈനസ് എഫ് ഓഫ് എക്സ് ആരാണത്? ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 മൈനസ് 3നേക്കാളും ചെറുതെടുക്കുമ്പോൾ ആരെടുക്കണം? മോഡ് എക്സ് പ്ലസ് 3 ആ. ഇനി മോഡ് എക്സ് പ്ലസ് 3 ആയതുകൊണ്ട് മോഡ് എക്സിന് രണ്ട് വാല്യൂ ഉണ്ട്. +x എടുക്കാം, -x എടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ എടുക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അല്ലേ, അതുകൊണ്ട് ആരെ ചൂസ് ചെയ്യണം? -xനെ ചൂസ് ചെയ്യണം. അപ്പൊ മോഡ് എക്സിനെ ആരായിട്ട് എഴുതുക? -x + 3 എന്ന് എഴുതുക. -x + 3. ഇനി ഒന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. എക്സിന് ഡയറക്റ്റ് -3 കൊടുക്കുക. എക്സിന് -3 ആണ് കേട്ടോ കൊടുക്കണ്ടേ. എക്സിന് -3 കൊടുക്കുമ്പോൾ -3 + 3 ദാറ്റ് ഈസ് വി ഗെറ്റ് 6. ക്ലിയർ? 3 + 3 6 ആവും. ഇനി ഇവിടുത്തെ RHL നോക്കാം. എക്സ് ഈക്വൽ ടു -3ലെ RHL ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 + f ഓഫ് എക്സ് -3 + f ഓഫ് എക്സ് ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 പ്ലസ് ആരെ എടുക്കണം? -3നേക്കാളും വലിയ വാല്യൂസ് വരുമ്പോൾ -2x ചൂസ് ചെയ്യണം. ഫംഗ്ഷൻ -2x ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. എക്സിന് -3 ചൂസ് ചെയ്യാം. ദാറ്റ് ഈസ് -2 × -3 അഗൈൻ വി ഗെറ്റ് 6. അപ്പൊ നോക്കിക്കേ, LHL ഉം RHL ഉം ഈക്വൽ ആയിട്ട് വന്നു. സോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു -3. -3യില് കണ്ടിന്യൂസ് ആണ്. ക്ലിയർ? നൗ +3യില് കണ്ടിന്യൂസ് ആണോ നോക്കാം. അറ്റ് എക്സ് ഈക്വൽ ടു 3 അറ്റ് എക്സ് ഈക്വൽ ടു 3 കണ്ടിന്യൂസ് ആണോ? എഗെയിൻ നമുക്ക് LHL ഉം RHL ഉം കണ്ടുപിടിക്കണം. ആദ്യം RHL കണ്ടുപിടിക്കാം. RHL ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 + f ഓഫ് എക്സ് 3 + f ഓഫ് എക്സ് എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ 3നേക്കാളും കൂടുതലായാൽ ആരെ ചൂസ് ചെയ്യണം? 6x + 2നെ ചൂസ് ചെയ്യണം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 + 6x + 2. നൗ യു ക്യാൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഫോർ എക്സ് ആസ് 3. അപ്പൊ എന്ത് കിട്ടും? 6 × 3 + 2 18 + 2 20. ക്ലിയർ? നൗ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് LHL ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് f ഓഫ് എക്സ് ആരെ ചൂസ് ചെയ്യുക? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 3നേക്കാളും ചെറുതാകുമ്പോൾ 2x -2x ചൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് -2x. ഓക്കെ, എക്സിന് 3 ഡയറക്റ്റ് കൊടുക്കുക. ദാറ്റ് ഈസ് -2 × 3 -6. LHL ഉം RHL ഉം ഈക്വൽ ആയിട്ട് കിട്ടിയോ? ഈക്വൽ ആയിട്ട് കിട്ടിയില്ല. LHL not equal to RHL എന്ന് കിട്ടി. സോ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3. ഫംഗ്ഷൻ എന്തല്ല? നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3. കണ്ടോ? രണ്ട് രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്തത്. -3യിലും +3യിലും. -3യിൽ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് കിട്ടി. +3യിൽ എന്തല്ല ഫംഗ്ഷൻ? കണ്ടിന്യൂസ് അല്ല. സോ ദ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ ഏത് പോയിന്റിലാണ്? എക്സ് ഈക്വൽ ടു 3യില്. ക്ലിയർ അല്ലേ? യെസ്.
Now find the value of k if f of x equal to kx square, where x less than or equal to 2 is a continuous function, and 3 when x greater than 2. Okay, നോക്കാം. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, ഡയറക്ട്ലി നമുക്ക് കൊടുക്കാം. ഇവിടെ ഏത് ഇക്വേഷൻ ആണ് ചൂസ് ചെയ്യേണ്ടത്? സ്പ്ലിറ്റിംഗ് അല്ലേ? അപ്പൊ LHL ഉം RHL ഉം ഈക്വൽ എന്നുള്ള കണ്ടീഷൻ എടുക്കാം. LHL equal to RHL, that is limit x tends to 2 വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്. 2 മൈനസ് എഫ് ഓഫ് എക്സും 2 പ്ലസ് എഫ് ഓഫ് എക്സും എടുക്കുക കേട്ടോ. 2 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്, കണ്ടിന്യൂസ് ആയതുകൊണ്ട്. 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സിന്റെ വാല്യൂ 2വിനേക്കാളും ചെറുതാകുമ്പോൾ ഏത് ഫംഗ്ഷൻ എടുക്കണം? കെ എക്സ് സ്ക്വയർ എടുക്കുക. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് കെ എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 പ്ലസ് എക്സിന്റെ വാല്യൂ 2വിനേക്കാളും കൂടുമ്പോൾ ആരാണ് തന്നിരിക്കുന്നത്? 3. So this is 3. Now you can directly substitute the value for x, that is k into 2 square equal to 3. That implies 4k equal to 3. That implies k is what? K equal to 3 by 4. K യുടെ വാല്യൂ എന്ത് കിട്ടി? 3 by 4 എന്ന് കിട്ടി. First option. Okay. Now H method to evaluate limit. ഇത് ഓൾറെഡി നമ്മൾ +1 പഠിച്ചതാ. വേഗം ഒന്ന് പറയാം. എന്താണ്? x tends to a plus f of x. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ എക്സിനെ എച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എച്ചിന്റെ ലിമിറ്റ് 0 ആകും. എഫ് ഓഫ് എക്സ് എന്നുള്ളത് എഫ് ഓഫ് എ പ്ലസ് എച്ച് ആകും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? എക്സ് എ മൈനസിലേക്ക് വരുമ്പോൾ എച്ചിന്റെ വാല്യൂ 0ലേക്ക് ടെൻഡ് ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് ഈസ് കൺവേർട്ടഡ് ടു എഫ് ഓഫ് എ മൈനസ് എച്ച്. ക്ലിയർ ആണല്ലോ? എന്താണ്? എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച്. എച്ചിന്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആകും. ഓൾറെഡി +1 പഠിച്ച ടോപ്പിക് ആണ് കേട്ടോ. ഓക്കെ, നൗ ഇതിനെ ബേസ് ചെയ്ത് ഒരൊറ്റ ക്വസ്റ്റ്യൻ ചെയ്യാം. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്തല്ല? ഡിസ്കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് അല്ല, ഡിസ്കണ്ടിന്യൂസ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഫംഗ്ഷൻ എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സും എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സും ചെക്ക് ചെയ്യാം. ഓക്കെ, ചെക്ക് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്. നമുക്ക് എന്ത് ചെയ്യാം? 2 മൈനസ് എഫ് ഓഫ് എക്സിനെ എന്ത് ചെയ്യണം? എച്ച് മെത്തേഡ് യൂസ് ചെയ്ത് ഇൻ ടേംസ് ഓഫ് എച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഏതായിരുന്നു? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച് ആയിരുന്നു. എ മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എ മൈനസ് എച്ച് എന്താണ്? ദാ എച്ചിന്റെ വാല്യൂ 0ലേക്ക് ടെൻഡ് ചെയ്യാം. എഫ് ഓഫ് എ മൈനസ് എച്ച്, എയുടെ വാല്യൂ എന്താണ്? ഇവിടെ 2 ആണ് കേട്ടോ. എയുടെ വാല്യൂ എക്സ് ടെൻസ് ടു എ അല്ലേ? അപ്പോൾ എ ഈക്വൽ ടു 2 ആണ്. ദാറ്റ് മീൻസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 2 മൈനസ് എച്ച്. എഫ് ഓഫ് 2 മൈനസ് എച്ച് എഫ് ഓഫ് എക്സ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് 2 മൈനസ് എച്ച് എന്താണ്? ഇന്റഗ്രൽ പാർട്ട് ഓഫ് 2 മൈനസ് എച്ച് ആണ് അല്ലേ? 2 മൈനസ് എച്ചിന്റെ ഇന്റഗ്രൽ പാർട്ട് എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഓഫ് 2 മൈനസ് എച്ച്. 2വിൽ നിന്നും ഏതെങ്കിലും ഒരു വാല്യൂ എച്ച് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. സപ്പോസ് ഞാൻ എച്ചിന് 1 കൊടുത്തു, അല്ലെങ്കിൽ എച്ചിന് 0.2 കൊടുത്തു. എച്ചിന് 0.2 കൊടുത്താൽ 2 മൈനസ് 0.2 കിട്ടും അല്ലേ? ദാറ്റ് ഈസ് 1.8 കിട്ടും. 1.8ന്റെ ഇൻറ്റീജർ പാർട്ട് ഏതാ? 1 അല്ലേ? അപ്പോൾ ഇതിന്റെ വാല്യൂ 1 എന്ന് കിട്ടും. ക്ലിയർ? 2വിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്താലും അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ 1 എന്ന് കിട്ടും. എഗെയിൻ നമുക്ക് ഇതിന്റെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ച് നോക്കാം. ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 2 പ്ലസ് എച്ച്. അതാരാണ്? ഇൻറ്റീജർ പാർട്ട് ഓഫ് 2 പ്ലസ് എച്ച് ആണ്. ഇനി ഒന്ന് ആലോചിച്ചേ, എച്ചിന് ഞാൻ 0.2 തന്നെ കൊടുത്താൽ 2 പ്ലസ് 0.2 കിട്ടും, 2.02 കിട്ടും. ഇതിന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ആരാ? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ 2.02ന്റെ തൊട്ട് താഴെയുള്ള 2.2ന്റെ തൊട്ട് താഴെയുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ആരാ? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്താണ്? ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അപ്പോൾ 2.2നോട് തൊട്ട് താഴെയുള്ള ഇൻറ്റീജർ 2 അല്ലേ?
രണ്ടും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വെവ്വേറെ വാല്യൂസ് ആണ് തരുന്നത്. സോ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം അത് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. സ്റ്റെപ്പ് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് എന്നറിയാം. ഗ്രാഫ് ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? സ്റ്റെപ്പ് പോലെ പോകും ഇങ്ങനെ. ഓക്കെ, യെസ്. സോ ദ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻസ് ആർ നോട്ട് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇതോടുകൂടി നമ്മുടെ പ്രോബ്ലം സെഷൻ സ്റ്റോപ്പ് ആയിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് എടുക്കുന്നത് ഓൾജിബ്ര ഓഫ് ഫംഗ്ഷൻസ് ആണ്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെ നോക്കണം? ലിമിറ്റിന്റെ ഡെഫിനിഷൻ, കണ്ടിന്യൂറ്റി, ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റി വരണം എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ പഠിക്കുക. പിന്നെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. പിന്നെ എന്താണ്? 3 ടൈപ്പ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി പഠിച്ചു, അത് 3 നോക്കുക. ക്ലിയർ? യെസ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.